കുഞ്ഞിനെയും കൂടെ ഞങ്ങൾ ഇവിടെ കളിക്കാം. ആരാ മോനെ? ആന്റിയാ. ലക്ഷ്മിയോളോ? എന്തുകൊണ്ട് മോളെ വിശേഷം? അയ്യോ ലക്ഷ്മി അത് അനിയത്തിയുടെ മോളല്ല, എന്റെ മോന്റെ കുഞ്ഞാത്. ഇതിലെ കൂടെ രാവിലെ ജോലിക്ക് പോകുന്നതേ എന്റെ മരുമോളാ. പ്രായം തോന്നിക്കാത്തത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാർക്ക് അങ്ങനെയാ. അയ്യോ എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നിക്കിട്ടെന്ന് എല്ലാരും പറയും. എനിക്കൊരു ആങ്ങളയുണ്ട് നാട്ടിലേ, അവൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെ ആൾക്കാർ ചോദിക്കും, അയ്യോ ഇവനെ പിടിച്ച് കെട്ടിക്കാറായില്ലയോ, 2 പിള്ളേരുള്ളവനെയോ. അങ്ങനെയാ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുക, ഞങ്ങൾക്ക് അങ്ങനെ പ്രായം തോന്നിക്കിട്ടില്ല. ലക്ഷ്മി ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ ഇരുന്ന് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുവാന്ന് മരുമോള് പറഞ്ഞായിരുന്നു, ഒരാളെ നോക്കുന്നുണ്ടെന്നേ. കഴിഞ്ഞ പ്രാവശ്യം നിന്നോള് പിന്നെ കുഞ്ഞിനെ നോക്കാതെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അതിന് പറഞ്ഞു വിട്ടാന്ന്. എടേ ഇന്നത്തെ കാലത്ത് ആരാടേ മൊബൈൽ ഇല്ലാത്തവരും പിന്നെ ഇങ്ങനെയൊക്കെ ഇല്ലാത്തവരൊക്കെ? ആരെ അങ്ങനൊന്നും കിട്ടാനൊന്നും ഇല്ല. പിന്നെ ഇയാള് പറയുന്നത് ചെറുപ്പക്കാരായിട്ടാണ്. അല്ല, എല്ലാവർക്കും അങ്ങനെ, പ്രായമുള്ളവർക്കും അങ്ങനെ. പ്രായമുള്ളവരെ മതി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഇയാളുടെ കണക്കനുസരിച്ച് ആരെ കിട്ടാനേ ഇന്നത്തെ കാലത്ത്. എന്നോട് മരുമോള് പറഞ്ഞു, അമ്മച്ചി ഒന്ന് അന്വേഷിക്കണേന്ന്. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം ഇയാൾ പറഞ്ഞ രീതിയിലുള്ള ആളെ കിട്ടണമെന്ന്. ഇവിടെ ഇങ്ങനെ പാടില്ലയോടെ രണ്ടുപേരും കൂടെ ജോലിക്ക് പോകാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനേ. മോളെ ലക്ഷ്മി, നിന്റെ ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പിന്നെ ചോട്ടു പറഞ്ഞില്ലയോ കുഞ്ഞിനെ ഞങ്ങളുടെ റൂമിൽ കൊണ്ട് വിടുന്നതേ, എപ്പോഴും നിനക്ക് കൊണ്ടുവിടാം. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മോളെ. ചോട്ടു, നീ അപ്പുറത്തെ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കൂടി ഇങ്ങോട്ട് വിളിക്കുവോ? ഇല്ലയോ? നീ രണ്ടിടത്തിനെ ഞങ്ങൾ നോക്കുന്ന പാട് പോയായിട്ട് ഞാൻ എന്നെ കൂടെ വിളിക്കുന്നത്. മേലെ തന്നെ ഇങ്ങോട്ട് വിളിച്ചേക്കല്ലേ കളിക്കാൻ. ആരെങ്കിലും ഒന്ന് വിളിച്ചില്ലെങ്കിലേ ഇത് എന്റെ തലയപ്പെടും. ഞാൻ നോക്കട്ടെ. ഹലോ, സലോനി കൊച്ചമ്മയാണോ? ആ കൊച്ചമ്മേ, ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കേ. നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങളുടെ തൊട്ട റൂമിലുള്ള ഒരു ആൾക്കെ ഒരു കുഞ്ഞിനെ നോക്കാൻ ഒരാളെ വേണം. 2 വയസ്സുള്ളൊരു കുഞ്ഞാ. മാസം 35,000 രൂപ തരും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി. എന്റെ പൊന്ന് സുജയ, നീ എന്തോ ഭാവിച്ചോണ്ടാ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കൊള്ളയും കൊലപാതകവും തട്ടിപ്പും വെട്ടിപ്പും മാത്രം ഉപയോഗിച്ച് കഴിയുന്ന ആ സരോജിനി കൊച്ചമ്മ ഈ തൊട്ടടുത്ത റൂമിലേക്ക് വരുത്തി കഴിഞ്ഞാൽ എന്റെ മരിച്ചുപോയ ആൾക്കാർ വരെ അവിടെ ഇരുന്ന് തുമ്മും. തള്ള ഇപ്പൊ എപ്പോഴേ ഒരുങ്ങി കാണും. ഉടായിപ്പോ കാണിച്ച് ഇവിടെ നിന്ന് 35,000 കൊണ്ട് പോകാമല്ലോ എന്ന് തള്ള വിചാരിക്കുന്നുണ്ടാവും. അതാണ് ഇപ്പൊ തള്ളയുടെ ഇടപാട്. എന്റെ സ്വന്തക്കാരിയല്ല, നിങ്ങളുടെ കൊച്ചമ്മയാന്ന് ഓർത്താ ഞാൻ അവരെ വിളിച്ചതേ. ആ വിളിച്ച് ഞാനത് പറഞ്ഞതുമല്ല, ആ പെണ്ണുമ്പിള്ള എന്റെ ഒരൊറ്റാട്ട എന്റെ മുഖത്തോട്ട് അടിയിട്ട് പറയുവാന്നേ, ആന കഴിഞ്ഞാലേ തൊഴുത്തി കെട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.